Hello everyone, welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സോസിന്റെ റെസിപ്പി നോക്കാം. ഷെസ്വാൻ സോസ്. ചൈനീസ് ഡിഷ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സോസാണ്. നല്ല ടേസ്റ്റിയാണ്, സ്പൈസിയാണ്. അപ്പോൾ മമ്മിനോട് റെസിപ്പി ചോദിച്ചാലോ? ഷെസ്വാൻ സോസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ചുവന്ന മുളകാണ്. ഇതിൽ എരിയുള്ള മുളകും എരിയില്ലാത്ത മുളകാണ്. ഇത് കാശ്മീരി ചില്ലിയാണ്, അധികം എരിയില്ലാത്ത മുളകാണ്. പിന്നെ ഇത് എരിയുള്ള മുളകാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് മുളക് എടുക്കാം. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് മാത്രം എടുത്താൽ മതി, ഈ മുളക് മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ രണ്ടും മിക്സ് ആക്കിയിട്ട് ഹാഫ് ആയിട്ട് എടുക്കാം. ഇത് 100 ഗ്രാമാണ്, മൊത്തത്തിൽ 100 ഗ്രാം മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മുളക് രണ്ടും ഒരു വലിയ ബോളിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ടതാണ്, കുതിർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ മുളകെല്ലാം മുങ്ങിക്കിടക്കണ പോലെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് 1 മണിക്കൂറോളം മൂടി വെച്ചിട്ട് വേണം സോക്ക് ചെയ്തെടുക്കാൻ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം മുളകെല്ലാം നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെള്ളം തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. മെല്ലെ മെല്ലെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം മുളകെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഇത് തണുക്കാൻ വെക്കാം. തണുപ്പിച്ചെടുത്തതിന് ശേഷം വേണം ഇത് അരച്ചെടുക്കാൻ. അങ്ങനെ മുളകിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്, തണുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം മാറ്റിയിട്ട് വേറൊരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. അരക്കാനായിട്ട് കുറച്ച് മുളക് ആദ്യം മിക്സർ ജാറിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കണം. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല. ഇത് കുറച്ച് കട്ടിയിൽ വേണം അരച്ചെടുക്കാൻ. ഇതെങ്ങനെയാണ് അരച്ചെടുക്കേണ്ടത്? ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഇത് പേസ്റ്റ് ആക്കി എടുക്കേണ്ടത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള മുളകും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഷെസ്വാൻ സോസ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗറാണ്. പിന്നെ 1/2 കപ്പ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. പിന്നെ 2 ടേബിൾ സ്പൂൺ സോയ സോസ്. പിന്നെ 1.5 ടീസ്പൂൺ ഉപ്പ്. 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര. സോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പാന് ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാൻ ചൂടാക്കിയെടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ സോസിൽ എണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ 1/2 കപ്പോളം എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ കുറയ്ക്കരുത്, എണ്ണ നല്ല വേണം ഇതിൽ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഷെസ്വാൻ സോസിൽ വെളുത്തുള്ളിൻ്റെ ടേസ്റ്റ് നല്ല വേണം. അപ്പോൾ കുറച്ച് കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 കപ്പോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഇനി ഇത് 2 മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാൻ. ഇങ്ങനെ ഇളക്കി കൊണ്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ഇതെല്ലാം പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ കരിയാതിരിക്കാനും ശ്രദ്ധിക്കണം. അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് വഴറ്റിയെടുത്താൽ മതി, ചോപ്പിക്കാനൊന്നും പാടില്ല, കളറൊന്നും മാറാൻ പാടില്ല, സോഫ്റ്റ് ആയാൽ മതി. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ച വെള്ളമാണ് മിക്സർ ജാറിൽ ഉണ്ടായിരുന്ന മുളകിൻ്റെ വെള്ളം. പിന്നെ നേരത്തെ മുളക് വേവിച്ച വെള്ളമൊക്കെയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് വീണ്ടും ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിം ആക്കിയിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് വേവിച്ചെടുക്കണം, തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ ഒരു 10 മിനിറ്റ് ഏകദേശം ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സോയാ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വിനെഗർ, പിന്നെ ഇതിലേക്ക് ഇടുന്നത് ടൊമാറ്റോ കെച്ചപ്പാണ്, പിന്നെ ഉപ്പ്, പഞ്ചസാര, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഉപ്പ് പാകി കൊടുക്കാം. ഉപ്പ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 5-8 മിനിറ്റ് ഇത് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഇതാ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. 8 മിനിറ്റിന് ശേഷം ഇതാ നമ്മളെ ഷേസ്വാൻ സോസ് റെഡിയാണ്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. എണ്ണയൊക്കെ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ ഷേസ്വാൻ സോസ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ നല്ല എരിവൊക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി സോസാണ്. ഇത് ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സോസാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. Thank you for watching.